ഹലോ, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. ഇന്ന് നമ്മൾ കറി ലീവ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയോ? ഒരു നല്ല ടേസ്റ്റ് ഉള്ള മിൽക്ക് പുഡിംഗ് ആണ്, സ്ട്രോബെറി മിൽക്ക് പുഡിംഗ്. അപ്പോൾ ഈ പുഡിങ്ങിന്റെ റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് എന്നും പറയുന്ന പോലെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഇപ്പോഴും തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് വരുന്ന ചെറിയ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓളിൽ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5 ഗ്രാം വേണം. അപ്പൊ ഇത് നമ്മൾ ഇത്തിരി നേരം കുതിർത്ത് വെക്കണം വെള്ളത്തിൽ, എങ്കിലേ നമുക്കിത് നന്നായിട്ട് അലിഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പാലൊക്കെ റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇത് ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ചൈന ഗ്രാസ് അറിയാത്തവർക്കായിട്ട് ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, നമ്മളെ വീടിനടുത്തുള്ള കടകളിലും ഒക്കെ കിട്ടുന്നത് തന്നെയാണ്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള പാലെടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഈ പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കണം. അപ്പൊ അതൊക്കെ മധുരത്തിനനുസരിച്ച് ചേർക്കാം, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാര മാത്രം ചേർത്താലും മതി. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഞ്ചസാര മാത്രമായാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് തിളപ്പിക്കാൻ പോകുന്നത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഞാനിപ്പോ ഇവിടെ 1 ടീസ്പൂണാണ് വാനില എസൻസ് ചേർക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവിലോട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പാല് നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് ഈ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ പായസമൊക്കെ വെക്കുമ്പോഴായാലും പാല് നന്നായിട്ട് വറ്റിച്ചിട്ടൊന്ന് വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പാലിപ്പോൾ വറ്റിക്കാതെ ആണെങ്കിലും നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാം, പക്ഷെ വറ്റിച്ച് വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ അത് വറ്റി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയത്ത് നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് അലിയിച്ചെടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത്, നേരത്തെ കുതിർത്ത് വെച്ച വെള്ളമല്ല, വേറെ വെള്ളം എടുത്താൽ മതി. ഇത്തിരി വെള്ളം എടുത്ത് നന്നായിട്ട് ഇത് അലിഞ്ഞു വരണം. നമ്മളിത് കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് അലിഞ്ഞു കിട്ടാൻ കുറച്ച് താമസം എടുക്കും. അപ്പൊ പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇത് കുതിർത്ത് വെക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അലിഞ്ഞു വരട്ടെ. എന്നിട്ട് നമുക്ക് ആ തിളച്ച പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വറ്റി വന്ന പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ എടുത്ത വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അലിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അലിയുന്നവരെ ഇതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഏകദേശം അലിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ? പാല് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി കൂടെ ഒരുപാട് കുറഞ്ഞില്ലേ? അപ്പൊ അത്രയും ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ മെൽറ്റ് ആക്കി എടുത്ത ചൈന ഗ്രാസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടോടെ ഒഴിക്കരുത്, ചൈന ഗ്രാസ് ഇത്തിരി ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് വേറെ ഫ്ലേവറോ കളറോ ഒന്നും ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ തന്നെ മിൽക്ക് പുഡിംഗ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. വൈറ്റ് കളർ പുഡിംഗ് ആയിരിക്കും. പക്ഷെ നമുക്ക് വല്ല കളറും വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവറോ എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ സ്ട്രോബെറിയുടെ ഷേക്ക് മിക്സ് ആണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെക്കാം. ഇത് ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലാസ് കണ്ടെയ്നറോ എന്തെങ്കിലും ഷേപ്പുള്ള, ഏത് ഷേപ്പാണോ വേണ്ടോ അങ്ങനത്തെ ഒരു കണ്ടെയ്നർ എടുത്താൽ മതി. അതിലേക്ക് ചൂടോടെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം, പക്ഷെ തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇതിപ്പോ പുറത്തിരുന്ന് തന്നെ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. മുകളിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റായ പോലെ ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പൊ 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി മുകളിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ സ്ട്രോബെറി വെക്കാതിരുന്നത് നല്ലോണം സെറ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പൊ സ്ട്രോബെറി താഴ്ന്നു പോവാതിരിക്കാനാണ് ഇപ്പൊ വെച്ചത്. ഇത് നന്നായിട്ട് സെറ്റ് ആവുന്ന വരെ ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണ് ഇത്. നമുക്ക് ഐസ്ക്രീമിന്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണ്.
അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കണം. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.